കൊടുത്ത് കൃഷിക്കാരൻ പണക്കാരായി അങ്ങനെ പോയാൽ തോന്നി. ആ താറാവിന്റെ വയക്കീഴ് കുറെ പെൺവട്ടങ്ങളാവൂലോ, പിന്നീട് അതിന്റെ തുണി ചേർക്കാൻ അയാൾ വിചാരിച്ചു. ആ താറാവ് വയക്കീഴ് നോക്കി. താറാവ് ചത്തുപോകെ ഒരു മുട്ട പോലും കിട്ടിയില്ല. താറാവ് ചത്തുപോകുകയും ചെയ്തു. ഒരു മുട്ട പോലും കിട്ടാതായതോടെ അയാൾ വീണ്ടും ദരിദ്രനായി. അത്രയധികം പുള്ളകളില്ലാതെ എന്നാണ് ഈ കഥയുടെ ഗുണപാഠം. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരിയായിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട മേരിയോൺ ടീച്ചർ, വേദിയിൽ അകലായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ഈ കുഞ്ഞുമക്കളുടെ കലാപരിപാടികൾ കാണുവാനായിട്ട് ഏറെ സ്നേഹത്തോടെ ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരികളെ, ഇന്ന് നമ്മുടെ ഈ അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സുദിനമാണ്. കാരണം ഈ കുഞ്ഞുമക്കളുടെ കൊച്ചു കലാവിരുന്നുകൾ ഇവിടെ അവതരിപ്പിക്കുക, അത് ആസ്വദിക്കുക, ഇവിടെ വന്നിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു അനുഭവമാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ. കൊച്ചുകുട്ടികൾ തങ്ങളുടെ ജന്മനാ അവർക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി ആ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ ഓരോന്നും പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് മേരിയോൺ ടീച്ചറിനോടൊപ്പം സഹകരിക്കുന്ന എല്ലാവരും
ഏറെ അധ്വാനം ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഒരു പ്രകടനമായ ഒരു നല്ല പ്രകടനമാണ് ഇന്ന് ഈ വാർഷിക ആഘോഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുമക്കളുടെ കലാപരിപാടികൾ കാണുവാനായിട്ട് ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഈ കലാവിരുന്ന് വീണ്ടും ആസ്വദിക്കുവാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനു വേണ്ടിയിട്ട് ഇതിനു പിന്നിൽ പരിശ്രമിക്കുന്ന ഓരോരുത്തരെയും ഇവിടെ പ്രത്യേകമായി മേറ്റോൺ ടീച്ചറിനെയും ഏറെ അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഈ സ്കൂള് ഏറ്റവും സന്തോഷത്തിൻ്റെ നല്ല പുരോഗതിയിലേക്ക് മുന്നേറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവിധ വിജയാശംസകളും അർപ്പിക്കുന്നു. അമൽ ജോസ്, ബഹുമാനിയായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ലിസമ്മ സാജൻ, ബഹുമാന്യനായ മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോർജ് വട്ടപ്പാറ, ശ്രീ മെഡിക്കൽ ഓഫീസറായ ശ്രീ സിബി ജോർജ്, ഇതിനു മുമ്പേ തന്നെ ആശംസകൾ അർപ്പിച്ചും ഉദ്ഘാടനം ചെയ്തും കടന്നുപോയ വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യായ സിസ്റ്റർ, പ്രിയ ബഹുമാന്യായ മേരി ജോൺ ടീച്ചർ, പ്രിയ രക്ഷകർത്താക്കളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ വാഴത്തോപ്പിൻ്റെ ഒരു ഉത്സവമാണ് വാഴത്തോപ്പ് ICDS അംഗൻവാടിയുടെ വാർഷികം എന്ന് പറയുന്നത്. പൂമ്പാറ്റകളുടെ ഈ വീട്ടിൽ മനോഹരമായ ഈ മധ്യാഹ്നത്തിൽ നമ്മളിങ്ങനെ സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ എല്ലാം മനസ്സിൽ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികൾക്ക് വേണ്ടിയുള്ള ആകാംക്ഷ, അവരുടെ ആ പരിപാടികൾ ആസ്വദിക്കാനായിട്ടുള്ള ആകാംക്ഷ നിൽക്കെ തന്നെ എനിക്കറിയാം ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. വലിയൊരു ആശംസാ പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. വളരെ നന്ദി നിറഞ്ഞ ഒരു ഹൃദയത്തോടെയാണ് ഈ വർഷം ഞാനിവിടെ നിൽക്കുക. കാരണം കഴിഞ്ഞ 8 വർഷവും ഞാനിവിടെ ഈ വേദിയിൽ ആശംസ അർപ്പിക്കാൻ എത്തുമ്പോൾ ഈ അംഗൻവാടിയുടെ ഒരു PTA മെമ്പറായിട്ടായിരുന്നു നിന്നത്. പക്ഷേ വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ ഈ സ്കൂളിലെ ഒരു ടീച്ചർ, വാഴത്തോപ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ ഒരു ടീച്ചർ എന്ന നിലയിലാണ് ഇവിടെ ആശംസ അർപ്പിക്കാനായിട്ട് എത്തിയിരിക്കുക. ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഏറ്റവും മനോഹരമായ ചിന്ത എന്ന് പറയുന്നത് നന്ദിയുടെ ഒരു ചിന്തയാണ്. എൻ്റെ 2 മക്കള് ഈ സ്കൂളിൽ, ഈ അംഗൻവാടിയിൽ അവരുടെ പ്രാഥമികമായ എല്ലാ തരത്തിലുള്ള കഴിവുകളെയും വളർത്തി കടന്നുപോയി. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ചില സമയങ്ങളിൽ നിന്ന് ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഈ സ്കൂളിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്തിനായിരുന്നു നമ്മൾ വാഴത്തോപ്പ് ഗവൺമെൻറ് LP സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കൊടുത്ത് ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി വന്നത് എന്നതിനെക്കുറിച്ച് വിലയിരുത്താറുണ്ട്. ആ ഒരു ഉദ്ദേശം സാധിച്ചതോടൊപ്പം തന്നെ ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളെ 8 വർഷം അവരുടേതായ വിദ്യാഭ്യാസ കാലഘട്ടം അവർക്ക് ചെറുപ്പത്തിൽ, ശൈശവത്തിൽ എന്തൊക്കെ കിട്ടണോ, ഒരു അമ്മ എന്ന നിലയിൽ ഫുൾ ടൈം ആ കുട്ടികളുടെ അടുത്തിരുന്ന് പരിചരിക്കാനുള്ള അവസരമൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എന്നേക്കാൾ കൂടുതലായിട്ട് കുട്ടിക്ക് വേണ്ട, ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ട പരിചരണവും എല്ലാ തരത്തിലും, അച്ചടക്കം, അവരുടെ ഭൗതികമായ കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ, ഇന്ന് എൻ്റെ കുട്ടികളെ അവർ പഠിക്കുന്ന സ്കൂളിൽ ഒരു കാര്യത്തിലും മാറ്റി നിർത്തേണ്ടതായിട്ട് വരാറില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് ഇത്രയും വലിയ തൻ്റെയൊന്നുമില്ല, പക്ഷെ എൻ്റെ മക്കൾ ഏത് വേദിയും കീഴടക്കാനായിട്ട് അവരുടെ സ്വന്തം കഴിവുണ്ട്. ഇപ്പോൾ KV സ്കൂളിലാണ് 2 പേരും പഠിക്കുന്നത്. ഏതൊരു പ്രോഗ്രാമിലും അമ്മയുടെയോ അപ്പൻ്റെയോ ഒന്നും സഹായം വേണ്ട,
അവര് എല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അത് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് അവര് കണ്ടുപഠിച്ചത് മേരി ജോൺ ടീച്ചറിനെ, ഒരിടത്ത് മാറ്റി നിർത്താനാവാത്ത മേരി ജോൺ ടീച്ചറിനെ കണ്ടുപഠിച്ചത് കൊണ്ടാവാം. പിന്നെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്, ഈ 8 വർഷം, ഈ 10 വർഷം ഇവിടെ ഞാൻ ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഇടയാക്കിയത് അത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരിക്കാം. ഇവിടെ മേരി ജോൺ ടീച്ചറിന്റെ കീഴിൽ എൻ്റെ കുട്ടികൾക്ക് ആവശ്യമായ വികസനം, അവരുടെ അറിവിലുള്ള വികസനം ലഭിക്കുക എന്നുള്ളതായിരിക്കാം അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഈ അംഗൻവാടിയുടെ വാർഷിക വേളയില് ഈ നാടിന്റെ ഒരു ഉത്സവമാണ്. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇന്നത്തെ കാലം എന്ന് പറയുന്ന വിദ്യാഭ്യാസ മേഖല വളരെയേറെ മത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ മത്സരങ്ങളിലെല്ലാം വിജയം നേടി നമ്മുടെ പ്രിയപ്പെട്ട മേരി ജോൺ ടീച്ചർ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകർക്കൊക്കെ എപ്പോഴും മാതൃകയാണ്. പലപ്പോഴും ഞങ്ങളുടെ SRG ഗ്രൂപ്പുകളിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മേരി ജോൺ ടീച്ചർ ചർച്ച